ഇല്ലടാ, ഞാൻ എന്തായാലും റെസിഗ്നേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു തന്നെയാ. പ്രൈവറ്റ് ജോലിയല്ലേ, അല്ലാണ്ട് ഇപ്പോ ഗവൺമെന്റ് ജോലിയൊന്നും അല്ലല്ലോ. എന്തായാലും ഇനി PSC ഒക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. അത് കഴിഞ്ഞപ്പോ 4-5 വർഷമൊക്കെ ആകില്ലേ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ടേ നോക്കുന്നുള്ളൂ. എടോ, പ്രൈവറ്റ് ആണെങ്കിലും ജോലി തന്നെയല്ലേ. പിന്നെ ജോലി ഉണ്ടാവാന്ന് പറഞ്ഞാ അതൊരു കോൺഫിഡൻസ് തന്നെയല്ലേ. അതൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ടൊന്നും വേണ്ട. ഒന്നാമത് അച്ഛനും ഏട്ടനും അമ്മയ്ക്കൊന്നും ഞാൻ ജോലിക്ക് പോകാൻ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ പിന്നെ എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഇനി PSC ഒക്കെ എഴുതി ഒരു ജോലി കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും 3-4 വർഷം എടുക്കില്ലേ. അത്രയും കാലം ഫാമിലി ലൈഫ് ഞാൻ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ. എന്തായാലും നീ ഇപ്പൊ ലീവിലല്ലേ, അത് വേണമെങ്കിൽ 1-2 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തോ. അല്ലാതെ ഓടിച്ചാടി റെസിഗ്നേഷൻ കൊടുക്കാന്ന് നിൽക്കണ്ട. അഥവാ കൊടുത്താൽ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? തൽക്കാലം ഈ ലീവ് ഇപ്പൊ ഇങ്ങനെ പോട്ടെ. പിന്നെ എന്തായാലും ഞാൻ റെസിഗ്നേഷൻ കൊടുക്കും. അപ്പൊ അവരത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ലല്ലോ. എനിക്ക് ഫാമിലി അല്ലേ ഇമ്പോർട്ടന്റ്. നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. ശരിടാ, എന്നാലും ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ. ആയിക്കോട്ടെ. ഇത് എന്താടി കോലം? ഈ ഡ്രസ് ഒന്നും ഇവിടെ ഇടാൻ പറ്റൊന്നുമില്ല. ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇത് അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇതാ ഈ കോലത്തിൽ നിന്നെ അമ്മ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ വഴക്കുറയും കേട്ടോ. നീ ഡ്രസ് മാറിയിട്ട് വേറെ എടുത്തിട്ട്. അതിന് ഞാൻ എന്തിനാ അമ്മേന്റെ ഇഷ്ടം നോക്കണത്? അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ ഇടണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് എനിക്ക് ഇടാൻ പറ്റൂല. നീ ഇങ്ങനെ കയറി പോലെ. ഈ വീട്ടിലെ കുറച്ച് ചിട്ടയും മര്യാദകളൊക്കെ ഉണ്ട്. നീ ഞാൻ മാത്രമല്ല ഇവിടെ താമസിക്കുന്നേ, അച്ഛനും അമ്മയുള്ളതാ. ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുകയാണെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് പ്രായമായ ആൾക്കാരല്ലേ. അത് തന്നെ ഞാനും പറയുന്നേ. അവരൊക്കെ പ്രായമുള്ള ആൾക്കാരാ. അച്ഛനും അമ്മയും ഡ്രസ്സ് ഇടുമ്പോ അവരുടെ പഴയ കാലത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് രീതികളല്ലേ അവർ ഫോളോ ചെയ്യൂ. എന്ന് വെച്ചിട്ട് അവരുടെ പഴയ കാലത്തെ രീതിക്ക് അനുസരിച്ച് ഞാൻ നടക്കണോ? ഞാൻ വളർന്ന ചുറ്റുപാടിനനുസരിച്ചുള്ള ഡ്രസ്സല്ലേ എനിക്കിടാൻ പറ്റൂ. നീ ഇട്ടോ, പക്ഷെ അമ്മേന്റെ സമ്മതം കൂടെ നോക്കണം. ഇതൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ പോലെ അമ്മേനെ സമ്മതം ചോദിക്കണോ? ഇത് എവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ന്യായം. ഞങ്ങളെ അച്ഛനും അമ്മയും നല്ല ഡിസിപ്ലിൻ ആയിട്ടാ വളർത്തിയത്, അല്ലാണ്ട് നിന്നെ പോലെ തോന്നിയ പോലെ അല്ല. പിന്നെ അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ അത് തോന്നിയ പോലെ നടക്കലായല്ലോ. എനിക്ക് എന്ത് കുഴപ്പമുള്ള? നിനക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. നീ പോയിട്ട് വല്ല കുർത്തിയോ മാക്സി വല്ല ഇട്ടിട്ടുവാ. ടൂർ പോകുമ്പോ ഞാൻ നിന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ജീൻസ് ടോപ്പൊക്കെ ഇടാൻ. അതുപോലെ ഇതെന്തൊരു കഷ്ടാ നോക്കണേ. ഒരു ജീൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സമ്മതം വാങ്ങണം, ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അമ്മയുടെ സമ്മതം വാങ്ങണം. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കും? ഞാനൊരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചോട്ടോ. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് അമ്മയുടെ സമ്മതം ചോദിക്കാൻ പറ്റില്ല. വേണ്ട, നീ നിന്റെ തോന്നിയ പോലെ നടന്നോ. പക്ഷെ അതെ, എന്റെ കുടുംബത്തിൽ നടക്കില്ല. നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണെങ്കിലേ അത് നിന്റെ വീട്ടില്, അല്ലാണ്ട് ഇവിടെ പറ്റില്ല. നാട്ടിലെ അത്യാവശ്യം വിലയും നിലയുള്ള കുടുംബക്കാരാ ഞങ്ങള്. നിന്റെ തോന്നിയ പോലെ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എന്നാ ഞാനൊരു കാര്യം പറയാ, ഈ വേഷം ഇട്ടിട്ടേ ആ മുമ്പിലേക്ക് വരാൻ നിൽക്കണ്ട. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ അമ്മേന്റെ വയറ് നിറച്ച് കേട്ടപ്പോ? ഇതുകൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞ അമ്മക്ക് ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല, നീ മാറ്റുന്നു. ഇതെന്താ എല്ലാരിക്കോ പറ്റണോ? ഒരാൾ തീരുമാനിക്കുന്നതനുസരിച്ച് ബാക്കി എല്ലാവരും നടക്കണം എന്ന് പറഞ്ഞാല് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഇങ്ങോട്ടൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട. അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ചെന്നിട്ട് നിന്റെ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ വല്ല ഇടുക. ഏട്ടാ, PSC എക്സാമിന് 2 ദിവസം മുമ്പേ നമുക്ക് വീട്ടിൽ പോയി നിന്നാലോ? 2 ദിവസം മുമ്പോ? അതൊന്നും വേണ്ട. എക്സാം എന്നാണോ അന്ന് രാവിലെ ചെന്ന് എക്സാം എഴുതി ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടുന്ന് 3-4 മണിക്കൂർ വേണ്ടേ അവിടെ എത്താൻ. അതിനിടയ്ക്ക് വല്ല ബ്ലോക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സമയത്തിന് എത്താനും പറ്റില്ല. 2 ദിവസം മുമ്പ് പോവാണെങ്കിൽ ഒരു ദിവസം സമാധാനത്തോട് പോയി അവിടെ ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം റിലാക്സ്ഡ് ആയിട്ട് കുറച്ചൊന്ന് പ്രിപ്പയർ ഒക്കെ ചെയ്ത് സമാധാനത്തോട് പോയി എക്സാം എഴുതാലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹറിബറിയായി പോകും. എനിക്ക് മര്യാദയ്ക്ക് ഒന്നും എഴുതാനും പറ്റില്ല. അയ്യോ, 2 ദിവസം പോയി നിൽക്കലൊന്നും ശരിയാവില്ല. അതൊന്നും അമ്മ സമ്മതിക്കില്ല. അതിനെന്തിനാ അപ്പൊ അമ്മേനെ സമ്മതമൊക്കെ എങ്ങനെ ചോദിക്കുന്നത്? 2 ദിവസം മുമ്പ് വീട്ടിൽ പോവാണ്, എക്സാം ഉണ്ടെന്ന് അമ്മേനോട് പറഞ്ഞാ പോരെ, കഴിഞ്ഞില്ലേ? അതെന്തായാലും നടക്കില്ല മോളെ. നിന്റെ തോന്നിയ ഇഷ്ടത്തിനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാലേ അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനത്തെ ബോണ്ടിങ് ഒക്കെ അത്യാവശ്യമാണ്. ആദ്യം നീ അമ്മേനോടൊന്ന് ചോദിക്കുക. അമ്മ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. എന്തായിട്ടാ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ 2 ദിവസം അവിടെ നിന്നുകൊണ്ട് എന്ത് സംഭവിക്കാനാ? എക്സാം കഴിഞ്ഞ നേരെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതുകൊണ്ടല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും അമ്മയെ തീരുമാനിക്കുക. ഇവിടെ ഞങ്ങൾ തന്നെ അമ്മേനോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതിപ്പോ നീ മാത്രം ചെന്നാ പോരല്ലോ, ഞാനും വന്നിട്ടുണ്ട് അവിടെ. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളതൊക്കെയാണോ കാര്യം? എന്റെ സൗകര്യമല്ലേ നോക്കേണ്ടത്.
ഇതിപ്പോ ടൈം പാസിന് പോയിട്ട് എഴുതിയിട്ട് വരാനുള്ളതല്ലോ, എനിക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനുണ്ട്. പ്രിപ്പറേഷൻ ഒക്കെ നിനക്ക് ഇവിടുന്ന് ചെയ്താൽ പോരെ? ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്റെ വീടും വെച്ചിട്ട് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പോകേണ്ട കാര്യമുണ്ടോ? എന്തായാലും 2 ദിവസം മുമ്പൊക്കെ അവിടെ ചെന്നിട്ട് എക്സാം എഴുതാൻ പോക്ക് നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. അമ്മ, അടുത്ത ആഴ്ച എനിക്ക് PSന്റെ ഒരു എക്സാം ഉണ്ട്. നല്ല കാര്യല്ലേ, പോയി എഴുതിക്കും. വീടിനടുത്താണ് എക്സാം സെന്റർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 2 ദിവസം മുമ്പ് വീട്ടിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനും പറ്റും, കുറച്ച് സമാധാനത്തോടു കൂടി എക്സാം എഴുതാനും പറ്റും. അല്ലെ പിന്നെ 4-5 മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ടയേർഡായി പോകില്ലേ? അതൊന്നും നടക്കില്ല. നിന്റെ വീട്ടിൽ പോയിട്ട് 2 ദിവസം ഇരുന്ന് പിന്നെ അവിടെ നിന്ന് എക്സാം എഴുതാൻ പോയി എന്തെന്നാ അത്? പറ്റാണെങ്കിൽ അന്ന് പോയിട്ട് എഴുതിയിട്ട് തിരിച്ചു വാ, അല്ലെങ്കിൽ എഴുതണ്ട. എഴുതണ്ടാന്നോ അമ്മ? ഞാൻ 1-2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന എക്സാം അത്. ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ട് ഒരു ചാൻസാ. എന്റെ വീടിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ എന്തിനാ ഇത്രയും ദൂരം റിസ്ക് എടുത്ത് പോവാൻ നിൽക്കുന്നേ? നീ എന്തിനാ അമ്മേനോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അമ്മ എന്താണ് പറയുന്നത് അതുപോലെ അനുസരിച്ചാ മതി, അല്ലാണ്ട് നിന്റെ അഭിപ്രായം ഇവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. നീ വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട. ഇതൊന്നും ആരും പറഞ്ഞാലും കേൾക്കില്ല എന്നാ തോന്നുന്നത്. അവള് പോയി എക്സാം എഴുതേ വരെ എന്തെങ്കിലും ചെയ്യട്ടെ. നീ കൂട്ടിക്കൊണ്ടു പോകാനും വരാനും നിൽക്കൊന്നും വേണ്ട. നിന്റെ പാട്ടിന് നീ പോയി എക്സാം എഴുതേ വരെ എന്തെങ്കിലും ചെയ്തിട്ട് വാ. അമ്മ, ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ? നീ വല്ല ബസ്സിനോ ടാക്സി പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലും പോവാൻ നോക്ക്. അല്ലെ പിന്നെ നിന്റെ ആങ്ങളില്ലേ, അവനോട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് അറിയില്ല എന്നെ ബാംഗ്ലൂരെ വർക്ക് ചെയ്യണമെന്ന്? എന്റെ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോ? എന്നിട്ട് അവന്റെ കൂടെ വേണം ഞാൻ എക്സാമിന് പോകും? അങ്ങനെയാണെങ്കിൽ നീ പരീക്ഷ എഴുതണ്ട, അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് മറന്നേക്ക്. അല്ലെങ്കിലും ഈ പരീക്ഷ എന്നൊന്നും പറഞ്ഞത് എഴുതിയതും കിട്ടുന്നതൊക്കെയാണ്. അവിടുത്തെ സുലേഖന്റെ മോൻ എന്താ ചെയ്ത്? പഠിച്ച് പരീക്ഷ ചെയ്ത് ലിസ്റ്റിലും വന്ന് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, അവസാനം ലിസ്റ്റ് തള്ളിപ്പോയി. ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു. നീ എത്ര എഴുതിയാലും കിട്ടുമൊന്നുമില്ല. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് വേണമെങ്കിൽ പോയി പരീക്ഷ എഴുതിക്കോന്ന്. പരീക്ഷ എഴുതാന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. എത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് വെച്ചതല്ലേ. പിന്നെ നാട്ടുകാര് പറയരുതല്ലോ അമ്മായിയമ്മ പരീക്ഷ എഴുതാൻ വിട്ടില്ലാന്ന്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ തിരക്കിട്ട് എന്റെ മോനെയും കൂട്ടിയിട്ട് പോയി എഴുതാനാണെങ്കിൽ വേണ്ട, അതങ്ങ് വിട്ടേക്ക്. 10-10,000 പേര് എഴുതിയിട്ട് ഒരാൾക്ക് കിട്ടിയാ അത്രേ ഉള്ളൂ. അതിനും വേണ്ടിയിട്ട് അവള് എന്താ ഏട്ടാ അത്? ഞാനൊരു എക്സാം എഴുതാൻ പോണെങ്കിൽ അമ്മേന്റെ കൈയും കാലും പിടിച്ച് എനിക്ക് സമ്മതം വാങ്ങേണ്ട ആവശ്യം എന്താ? എന്നിട്ട് അമ്മേന്റെ ഒരു ഉപദേശവും ആ എക്സാം നിനക്ക് കിട്ടുമൊന്നുമില്ല, അമ്മേന്റെ ഔദാര്യത്തിൽ വേണമെങ്കിൽ പോയി എഴുതിക്കോളെ. നിങ്ങളല്ലേ എന്റെ ഭർത്താവ്, നിങ്ങളല്ലേ ഇതൊക്കെ തീരുമാനിക്കണം, അല്ലാണ്ട് അമ്മയാണോ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മയ്ക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാഞ്ഞിട്ടാ. അമ്മ ഒരു കാര്യം പറഞ്ഞതാ, വെറുതെ ഇങ്ങനെ അവിടെ വിളിച്ചു പറയുന്നില്ല, ചിന്തിച്ചിട്ടേ സംസാരിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് പോയിട്ട് എക്സാം എഴുതിട്ട് വരാൻ പറ്റിയെങ്കിലും മതി, അല്ലെങ്കിൽ പോണ്ട. എനിക്കൊരു 5,000 രൂപ വേണമായിരുന്നു. 5,000 രൂപയോ? എന്തിന്? അത് എന്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഏകദേശം ഇട്ടിട്ട് പഴയതായി. കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിന് കൊണ്ടുവന്ന ഡ്രസ്സ് മാത്രമാണല്ലോ ഇടുന്നത്, പുതിയതായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ 1-2 പ്രാവശ്യം വീട്ടിൽ പോയപ്പോ അമ്മയും ചോദിച്ചു, നീ എന്താ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സ് മാത്രമാണ് ഇടുന്നത്, നമുക്ക് പുതിയതായിട്ട് അവിടെ നിന്നൊന്നും വാങ്ങി തന്നില്ലേന്ന്. ഇപ്രാവശ്യം വിരുന്നിന് പോകുമ്പോഴെങ്കിലും എനിക്ക് 1-2 നല്ല ഡ്രസ്സ് വാങ്ങണം. അതിനാ. നീ പറയുന്നത് കാര്യമൊക്കെയാണ്, പക്ഷെ എന്തായാലും 5,000 ഒന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3,000-3,500 എന്താ? അത് ശരി, നീ ഇപ്പൊ 100-200 ചോദിക്കുന്ന പോലെയാണല്ലോ 3,000 രൂപ ചോദിക്കുന്നത്. ഇതിപ്പോ 200-300 ആണെങ്കിൽ പിന്നെ നോക്കാന്ന് വിചാരിക്കാം. എന്തായാലും 3,000 രൂപയൊന്നും അമ്മേന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അമ്മേന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടില്ലാന്നോ? അതിന് അമ്മ എന്തിനാ എനിക്ക് പൈസ തരേണ്ട ആവശ്യം? ഞാൻ ഏട്ടനോടല്ലേ ചോദിച്ചത്, ഏട്ടൻ തന്നാ മതി. അതെ, ഞാൻ സാധാരണ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ മുഴുവൻ അമ്മേന്റെ കയ്യിൽ കൊടുക്കുക. ഇനി എനിക്ക് വേണ്ട അത്യാവശ്യ ചെലവിനുള്ള പൈസയും കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസയും മാത്രമേ ഞാൻ കയ്യിൽ വെക്കാറുള്ളൂ. ബാക്കി മുഴുവൻ അമ്മേന്റെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യം വന്നാല് നിങ്ങൾ എന്താ ചെയ്യാ? എന്താ അത്യാവശ്യം വന്നാലും അമ്മേന്റെ കയ്യിൽ പൈസ ഇല്ലേ? പിന്നെപ്പോ എന്താ, ഞാൻ 100-200 ആയിട്ട് വാങ്ങിട്ട് പോകും. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ അമ്മേനോട് ചോദിക്കണോ? അല്ലാണ്ട് പിന്നെ നീ അമ്മേനോട് ചോദിക്കണം. അമ്മ തരും, പക്ഷെ വലിയ വലിയ എമൗണ്ട് ഒന്നും അമ്മ തരില്ല. അയ്യേ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്?
ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ അമ്മേന്റെ കൊടുക്കുന്നൊക്കെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ചെലവിനും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ വെക്കണ്ടേ? ഇത് ഓരോ രൂപയ്ക്ക് പോലും ഇങ്ങനെ അമ്മേന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈ നീട്ടണമെന്ന് പറഞ്ഞാല് നിങ്ങളെന്താ കൊച്ചുകുട്ടിയാണോ? അതെ, അമ്മയ്ക്ക് ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ പൈസ അമ്മേന്റെ കയ്യിലാണെങ്കിൽ അതവിടെ സേഫ് ആണ്. അമ്മയ്ക്ക് എന്താ കാര്യങ്ങളോട് ചെയ്യാനുള്ളതാ? അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് പറ. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ? നീ അമ്മേനോട് ചോദിച്ചോക്ക്, കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കോ. എന്നാ നിങ്ങൾ ചെന്നൊന്ന് വാങ്ങിത്ത അമ്മേന്റെ അടുത്തുനിന്ന്. ഞാൻ എങ്ങനെയാ ചോദിക്കാ? ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്തിനാണ് ഏതിനാണെന്ന് പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ചെന്നിട്ട് അമ്മേന്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ നൈസായിട്ട് വാങ്ങിട്ട് വാ. നീ ചെന്ന് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. അമ്മേ, എനിക്കൊരു 3000 രൂപ വേണമായിരുന്നു. നിനക്കെന്തിന് എത്രയും പൈസ? അത് വീട്ടിലേക്ക് മുമ്പ് ഇടാനേ 1-2 ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസമല്ലേ ആയിട്ടുള്ളൂ. നിന്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ തീർന്നോ? അതല്ല, അതൊക്കെ ഞാൻ കുറെ പ്രാവശ്യം ഇട്ടതാ. എല്ലാം പഴകിയതാ അമ്മേ. ഇനി അതൊന്നും ഇട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ടാ. ഇതുകൊണ്ടാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ടേ വേറൊരു വീട്ടിലേക്ക് വരുമ്പോഴേ പേരിന് 4-5 ഡ്രസ്സും കൊണ്ടല്ല കയറി വരണത്. ഇതൊക്കെ കണക്കാക്കിയിട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇതൊന്നും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ പെൺപിള്ളേരെ കെട്ടിച്ചേക്കുമ്പോ പെട്ടി നിറയെ ഡ്രസ്സും കൊടുത്താണ് അയച്ചു വിടുക. ഒരു 1-1.5 വർഷത്തേക്ക് അവർക്ക് വിരുന്നിന് പോകുമ്പോഴും അല്ലാണ്ടും ഒക്കെ ഇടാൻ ആ ഡ്രസ്സ് മതി. അല്ലാണ്ട് ചെക്കന്റെ വീട്ടിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണോ ചെയ്യുക? ഇതൊന്നും നിന്റെ വീട്ടുകാർക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇനി നീ വിരുന്നിന് പോകുമ്പോ അവരോട് പറ കുറച്ചും കൂടി ഡ്രസ്സ് എടുത്തു തരാം. അല്ലാണ്ട് എന്നോട് വന്നിട്ടാണോ നിനക്ക് ഡ്രസ്സ് എടുത്തു തരണമെന്ന് പറയുന്നത്? എന്താമ്മ ഇങ്ങനെ പറയുന്നത്? ഏട്ടനാ പറഞ്ഞ അമ്മേനോട് ചോദിച്ചോളാൻ. അവൻ അങ്ങനെ പലതും പറയും. പൈസന്റെ വില ഒന്നും അവനറിയില്ല. അല്ലെങ്കിൽ നിനക്ക് ഡ്രസ്സ് എടുത്തു തന്ന് നിന്നെ അങ്ങനെ മോടി പിടിപ്പിച്ച് അയക്കേണ്ടത് എന്റെ കടമയാ. 1 രൂപ ഞാൻ തരില്ല ഇതിന് വേണ്ടിയിട്ട്. പൈസയും ചോദിച്ച് വന്നിരിക്കുന്നു. പുതിയ ഡ്രസ്സ് വേണത്ര. നല്ല കാര്യം. എന്തായിന്ന് കേട്ട് അവള് ഡ്രസ്സ് വാങ്ങും. നീ ഇതൊക്കെ എന്തിനാ എവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഒരു ചാക്കിലിട്ട് കെട്ടിയിട്ടേ മേലെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ നോക്ക്. ഇതൊന്നും നിനക്കിനി ആവശ്യമില്ലല്ലോ. ഇതൊന്നും ചാക്കിൽ കെട്ടിട്ട് മേലെ എവിടെയെങ്കിലും കൊണ്ട് ഇടാനുള്ളതല്ല. കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചുണ്ടാക്കിയ സാധനങ്ങളാ. അങ്ങനെയാണെങ്കിലേ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് മാത്രം എടുത്തിട്ട് ഒരു ഫയലിൽ വെച്ചിട്ട് ആ ഷെൽഫിന്റെ അടിയിൽ വെക്കുക. എപ്പോഴും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തിനും ഷെൽഫിന്റെ താഴെ കൊണ്ട് വയ്ക്കണ്? നാളെ മുതലേ ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അതെന്ത് വർത്താനം നീ പറയുന്നത്? നീയല്ല എന്നോട് പറഞ്ഞ നീ ഇനി ജോലിക്ക് പോകുന്നില്ല, ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്, നിനക്ക് ഫാമിലി ലൈഫാണ് ഇമ്പോർട്ടന്റ് എന്ന്. അപ്പൊ അതൊക്കെ നീ നുണ പറഞ്ഞായിരുന്നോ? ഞാൻ നുണ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞാൽ എന്റെ ജീവിതം ഇങ്ങനെയാവുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഇത് മാത്രമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല, ജോലി കൂടി വേണം. അതൊന്നും ശരിയാവില്ല. നീ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് അത്രയും സന്തോഷമായത്. നീ വീട്ടിലുണ്ടാവില്ല എല്ലാ കാര്യത്തിനും. ഇതിപ്പോ നീ നിന്റെ ഇഷ്ടത്തിന് എല്ലാം വിട്ടിട്ട് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അമ്മ സമ്മതിക്കുന്നത്. അതിന് അമ്മേന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ഇത് അമ്മേന്റെ തീരുമാനമല്ല, അമ്മേന്റെ ജോലിയല്ല, എന്റെ തീരുമാനം. ഞാൻ ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് അമ്മേന്റെ സമ്മതം ആവശ്യമില്ല. എന്താ അവിടെ രണ്ടാളും കൂടെ? ആര് ജോലിക്ക് പോകേണ്ട കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുന്നത്? അല്ലമ്മേ, ഇവള് അതമ്മേ, നാളെ മുതൽ ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോകുന്നുണ്ട്. ആ കാര്യം പറയായിരുന്നു. ജോലിക്കോ? നീ എന്തിനു ജോലിക്ക് പോണത്? ജോലിക്ക് നീ പോകില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഈ കല്യാണത്തിന്. പറ്റില്ല, ജോലിക്ക് പോലും നടക്കില്ല. ഇവിടെ ഒരാള് വേണം. നിങ്ങളെ കല്യാണം കഴിഞ്ഞൊരു കുടുംബം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീയും ജോലിക്ക് പോയി അവനും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം എന്താകും? ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം തൽക്കാലം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ ജോലിയുടെ കാര്യത്തിൽ അമ്മ ഇടപെടണ്ട. അമ്മയോട് മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ. ഇനി മേലിങ്ങനെ സംസാരിച്ചു പോരുത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതേ അമ്മയാ, അല്ലാണ്ട് നീയല്ല. നീ അങ്ങോട്ട് ഇങ്ങനെ തന്നെ മതി. നിങ്ങൾ തന്നെ അമ്മ കോന്തനായി. എന്നെ അങ്ങനെ ആക്കല്ലേ. അമ്മ പറഞ്ഞാലേ കരയാവൂ, അമ്മ പറഞ്ഞാലേ ചിരിക്കാവൂ, അമ്മ പറഞ്ഞാലേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ട്
ജീവിതകാലം മുഴുവൻ അമ്മ പറയുന്നത് മാത്രം കേട്ടിട്ട് നടക്കാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്. നിങ്ങളുടെ അമ്മയുടെ ഇഷ്ടങ്ങളല്ല എന്റെ ഇഷ്ടങ്ങള്. ദാ നീ നിന്റെ വീട്ടിൽ നിന്റെ അമ്മേനോട് സംസാരിക്കുന്ന പോലെ എന്നോട് ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള എനിക്കറിയാം. നീ ജോലിക്ക് പോകാൻ ഞാൻ കാണട്ടെ. എന്നാല് അമ്മ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അമ്മേനെ പോലെ തന്നെ ഇവിടെ എല്ലാവരും. അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തീരുമാനിക്കാൻ തുടങ്ങിയ അമ്മയ്ക്ക് ഇഷ്ടാവോ? അല്ലെങ്കിൽ അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ തീരുമാനിക്കാൻ തുടങ്ങിയാലോ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മേന്റെ സമ്മതം ചോദിക്കണം. ഞാൻ അത് ഡ്രസ്സ് ഇടുന്നത് അമ്മയാണ് തീരുമാനിക്കേണ്ടത്. എനിക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഏട്ടനോട് ചോദിച്ചാൽ പറയും അമ്മയോട് വന്ന് ചോദിക്കുന്നത്. അമ്മ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. ഇത് എവിടെ തന്നെ ആയോ? അമ്മയ്ക്ക് അമ്മേന്റേതായ കുറെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിട്ടകളൊക്കെ ഇല്ലേ? അതേപോലെ തന്നെ എല്ലാവർക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങള് അമ്മയും മനസ്സിലാക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതുവരെ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും അമ്മയായിരിക്കും നോക്കിക്കൊണ്ടിരുന്നുണ്ടാകുക. പക്ഷെ ഇപ്പൊ ഏട്ടനൊരു കുടുംബമായി. ഇനിയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നടന്നാല് ഞങ്ങൾക്ക് എപ്പോഴാ ജീവിക്കാൻ പറ്റുക? ഏട്ടനും അമ്മയും സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജോലിക്ക് പോകണമെന്നുള്ള എന്റെ തീരുമാനമാണ്. ഞാൻ നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങും. നമുക്ക് നല്ലൊരു ജീവിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറാൻ നോക്കും.